5 ലക്ഷം ബാങ്ക് ബാലൻസ് അത് ഒരു അക്കൗണ്ട് മാത്രം, അങ്ങനെ കുറെ അക്കൗണ്ട് ഉണ്ട്. അത് ഒരു അക്കൗണ്ട് മാത്രമാണ്, അങ്ങനെ ഒരുപാട് അക്കൗണ്ട് ഉണ്ട്. ഇൻകം സോഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഇൻകം സോഴ്സ് ഞാൻ സ്വന്തമായിട്ടാക്കി പറയുന്നുണ്ട്. കാരണം ഞാൻ യൂട്യൂബ് ഫേസ്ബുക്കിൽ ക്ലാസ് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കല്യാണ ഫംഗ്ഷന് പോകാറുണ്ട്. പിന്നെ ബർത്ത്ഡേ വിസിറ്റ് നടത്താറുണ്ട്. പിന്നെ സ്കോളർഷിപ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സോഴ്സ് ഉണ്ട്. വാർത്തയായി. അല്ല, ഇതിനു മുമ്പ് ഒരുപാട് പേര്, ഞാൻ ഒരുപാട് കാശ് പോയ ആളാണ്. ഒരുപാട് പേരെ മത്സ്യത്തിൻ്റെ പേരിൽ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് കാശ് പോയ ആളാണ് ഞാൻ. ഇനി എന്തെങ്കിലും അങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ കാശ് കൊടുത്ത് തിരിച്ച് കിട്ടുന്നില്ല, പലതും തിരിച്ച് തരുന്നില്ല. ഇത് ചാറ്റിൽ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവന് പബ്ലിഷ് കൊടുത്തിട്ടില്ല. ഇടത് കൈ ചെയ്ത് വലത് കൈ അറിയുന്ന പോലെ പബ്ലിഷ് കൊടുത്തിട്ടില്ല. എന്തായാലും ചൂഷൻ ഞാൻ ഇനി ചൂഷൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി ചൂഷൻ ചെയ്യാം. പിന്നെ അല്ല, എനിക്ക് എല്ലാ രീതിയിലും പല സോഴ്സസും ഉണ്ട്. 5-6 അടുത്തുണ്ട്. അത്ര എമൗണ്ടും പൊട്ടിച്ചിട്ടില്ല, പക്ഷെ ചെറിയ രീതിയിലുള്ള കാശ് പോയിട്ടുണ്ട്. പലരും കാശ് വാങ്ങിച്ചിട്ട് തിരിച്ചു തന്നിട്ടില്ല. എനിക്ക് കാശ് അങ്ങനെ വലിയ ആർത്തിയൊന്നും ഇല്ല, പക്ഷെ ഞാൻ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കണം. അതൊരു അക്കൗണ്ട് മാത്രമാണ്. എന്റെ ഡ്രസ്സിങ് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും പാവപ്പെട്ട ആളാണ്. ഇത് കണ്ടപ്പോ കമന്റ്സ് പോയി പോസിറ്റീവ് ആയി. അതൊന്നും അങ്ങനത്തെ ഡീറ്റെയിൽസ് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. ടാക്സിൽ അടയ്ക്കുന്നുണ്ട്, കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. എനിക്ക് ചാറ്റർ, എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഒരു ഫാനാണ് ചാറ്റർ അക്കൗണ്ട് ഉണ്ട്. എൻ്റെ ഒരു ഫാനായ ഒന്നാളാണ് ചാറ്റർ അക്കൗണ്ട്. പുള്ളി കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. ഞാൻ റിവ്യൂവിന് കാശ് വാങ്ങിച്ചിട്ടില്ല. റിവ്യൂവിനെയും കാശ് വാങ്ങിച്ചില്ല, കാരണം ജെന്യൂനിറ്റി പോകും. ബർത്ത്ഡേ വിഷ് ഉണ്ട്, കല്യാണ പരിപാടികളുണ്ട്. 5-6 അക്കൗണ്ട് ഉണ്ട്. പലതും ഉണ്ട്. അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഒരു വർഷം 1 കോടി രൂപ എടുത്തിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ പറയും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ഞാൻ എൻ്റെ ചാറ്റർ അക്കൗണ്ട് വഴി ഞാൻ അടയ്ക്കുന്നുണ്ട്. നോക്കട്ടെ. എനിക്ക് സ്റ്റുഡിയോ തുടങ്ങാൻ പ്ലാനുണ്ട്. എൻ്റെ വീടിൻ്റെ മുകളിൽ തന്നെ ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ പ്ലാനുണ്ട്. അതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ബാങ്ക് ബാലൻസ് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കുറച്ച് പൈസ കൈകാര്യം ഞാൻ ഒരു കാര്യം ചോദിക്കണം. നിങ്ങൾ ഷോർട്ട് സിനിമ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? പ്രൊഡക്ഷൻ ഭയങ്കര റിസ്ക് ആണ്. കാരണം മലയാളം സിനിമയെല്ലാം പടം പ്രൊഡ്യൂസ് ചെയ്താൽ വളരെ ചെറിയ എമൗണ്ടാണ് ആൾക്ക് കിട്ടുന്നത്. പുലിമുരുകൻ പോലും 150 കോടി ഉണ്ടാക്കിയിട്ട് പ്രൊഡ്യൂസർ കിട്ടിയ കാശ് വളരെ കുറവാണ്. അത് ലാഭകരമായ ബിസിനസ് അല്ല. എനിക്ക് പുതിയൊരു പടം വന്നിട്ടുണ്ട്, എനിക്ക് പേര് പറയാനില്ല. ഇന്നലെ ഒരു ഡയറക്ടർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഒരു വലിയ ഫിലിം വന്നിട്ടുണ്ട്. സിനിമയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് അത്ര ബുദ്ധിപരമായ ഇതല്ല. അതുകൊണ്ടാണ് മമ്മൂട്ടിയിലെ പണ്ട് മാറിയിരുന്നത്. കലാലയത്തിലുള്ള ഒരുപാട് കാശ് പോയിട്ടുണ്ട്. അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഫിനാൻഷ്യലായിട്ട് വലിയ കിട്ടില്ല. കാരണം നല്ലൊരു എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൊടുക്കണം, തിയേറ്റർ ഓണേഴ്സിന് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന കാശ് വളരെ കുറവാണ്. ചെറിയ മൂവീസെല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. കാരണം വലിയ മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസാനം ഒരുപാട് കുത്തുകാലത്തുണ്ട്. കാരണം ഞാൻ നോക്കട്ടെ. എനിക്ക് കാശിനെ വലിച്ച് കളയാൻ താല്പര്യമില്ല. കെയർഫുള്ളാണ്. പിന്നെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഈ സിനിമയിൽ കിട്ടുന്ന കാശ് പ്രൊഡ്യൂസറിൽ കിട്ടുന്ന കാശ് വളരെ കുറവാണ്. ഞാൻ പുലിമുരുകൻ 150 കോടി നേടിയിട്ട് പോലും പ്രൊഡ്യൂസറിന് കിട്ടിയ കാശ് വളരെ കുറവാണ്. കാരണം അതിന് ഒരുപാട് പല രീതിയിൽ കാശ് പോകും. പലർക്കും കൊടുക്കാനില്ല, പലർക്കും കൊടുക്കേണ്ടി വരും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, തിയേറ്ററിലൊക്കെ അതിന് കിട്ടുന്ന കാശ് വളരെ കുറവാണ്. വലിയൊരു ബിസിനസ്സിനെ കണക്കാക്കാൻ പറ്റില്ല. പിന്നെ ഈ വലിയ ആക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ പടം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ഞാൻ ബസൂക്കിലും കാശ് വാങ്ങിച്ചിട്ടില്ലല്ലോ. ബസൂക്കിൽ കാശ് വാങ്ങിച്ചിട്ടില്ല. 3-4 വർഷം ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, മമ്മൂട്ടിയുടെ പടയോട് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഒരു പടം വരുന്നുണ്ട്, അത് വാങ്ങിക്കും. പുതിയ പടം വരുന്നുണ്ട്. ഇന്നലെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
ഇനി അയാളെ കാണാൻ പോവാണ്. ഒരു വലിയ ബാനറിലെ ഫിലിമാണ്. അപ്പൊ എന്തായാലും ഗൂഗിൾ പേയിൽ ഇനി കൂടും. ആ കൂടട്ടെ. അടുത്ത ഐസ്ക്രീം ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കണം. ആയിക്കോട്ടെ. ഇതൊരു അക്കൗണ്ട് മാത്രമാണ്. ഓക്കെ.